ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായോ? റസ്മിന്റെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ പുറത്തായോ? ആരൊക്കെയാണ് ഔട്ട് ആയത്? പിന്നെ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക? അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ റസ്മിൻ എന്തായാലും ഇന്ന് എവിക്റ്റ് ആയിട്ടുണ്ട്. ഇത് 100% കൺഫേംഡ് ആയ ന്യൂസ് തന്നെയാണ്. പക്ഷെ റസ്മിന്റെ കൂടെ ഇതുവരെയും ആരും ഔട്ട് ആയിട്ടില്ല. റസ്മിൻ മാത്രമാണ് ഇന്ന് ഔട്ട് ആയേക്കുന്നത്. വേറെ ആരെങ്കിലും ഔട്ട് ആവോ എന്ന് അതിനൊരു കൺഫർമേഷൻ ഇല്ല. ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാളൂടെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റസ്മിൻ മാത്രമേ ആയിരിക്കും ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ട് ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇനി അടുത്ത ശനി ഞായറും അടുത്ത എപ്പിസോഡ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു നോമിനേഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് രണ്ടുപേരോട് മൂന്നുപേരുടെ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യത കൂടുതലാണ്. കാരണം ഓൾറെഡി നമ്മുടെ വീട്ടിനകത്ത് ആൾക്കാരുടെ എണ്ണം കൂടുതലാണല്ലേ. അപ്പൊ എന്തായാലും ഇവരൊക്കെ പറഞ്ഞയക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനിയിപ്പോൾ കൂടിപ്പോയാൽ 2-3 ആഴ്ചയും കൂടെ ഉള്ളൂ. അപ്പൊ അതിനു മുന്നേ എന്നെ വീട്ടിനകത്തുള്ള എല്ലാവരും പറഞ്ഞു വിടണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോ വേറെ ഇനി നോമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അതൊക്കെ നടത്താനുള്ള ഒരു സമയം ഇല്ല. കാരണം ഇനി ഓൾറെഡി ഇപ്പൊ നോക്കും, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു, നാളത്തെ ഇനിയിപ്പം ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പൊ ഇനി തേഴ്സ്ഡേ പോട്ടെ, വെൻസ്ഡേയിലെ എപ്പിസോഡിലാണ് നമ്മുടെ വിഷയം കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്താണ് നമ്മുടെ റസ്മിൻ ഔട്ട് ആവുന്നത്. ഇനി വേറെ ഒരു നോമിനേഷൻ കണ്ടക്ട് ചെയ്ത് കുറച്ച് വേറെ ആൾക്കാരെ കണ്ടക്ട് ചെയ്തിട്ടൊക്കെ കണ്ടെത്തി ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടാക്കാനും ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സമയമില്ല. സമയപരിമിതി കൊണ്ട് തന്നെ ഈ സെയിം ആരൊക്കെയാണോ ഉള്ള എവിക്ഷനിൽ അവർ തന്നെ തുടർന്ന് പോകാനാണ് ചാൻസ് കൂടുതൽ. ചാൻസ് കൂടുതൽ മാത്രമല്ല, അതങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ അഭിഷേക് എവിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്യാപ്റ്റൻ ആണല്ലോ ഈ വീക്ക്, അതുകൊണ്ട് അഭിഷേക് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും എവിക്ഷൻ ഈ നോമിനേഷൻ പ്രക്രിയയിൽ. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരും. ഈ ഇന്നത്തെ അല്ല, നാളത്തെ മറ്റന്നാളത്തെ അല്ല ഞാൻ പറഞ്ഞത്, നെക്സ്റ്റിലെ സാറ്റർഡേ സൺഡേ എപ്പിസോഡിനകത്ത് ചിലപ്പോൾ 2-3, ചിലപ്പോൾ 2 പേരായിരിക്കും, ചിലപ്പോൾ 3 പേരെയൊക്കെ പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. ഇപ്രാവശ്യം ഒരാളാണ് പുറത്ത് പോകുന്നതെങ്കിൽ അടുത്ത ആഴ്ചയിൽ 2-3 പേര് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ ട്വിസ്റ്റുകൾ എന്ന് പറയാൻ മാത്രം വേറെ ട്വിസ്റ്റുകളൊന്നും സംഭവിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു എവിക്ഷന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും നാളെ എന്തായാലും ഡാൻസും പാട്ടും കേക്ക് കട്ടിങ്ങും ലാലേട്ടന്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ അത് സംബന്ധിച്ചുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നാളെ മുഴുവനും. വേറെ കാര്യമായിട്ടൊന്നും നടക്കാനുള്ള ചാൻസ് ഇല്ല. പിന്നെ അടുത്ത ബുധനാഴ്ചത്തെ എപ്പിസോഡിലാണ് ഈ എവിക്ഷനും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ ഫാമിലി വീക്കിന്റെ കാര്യങ്ങളും അതൊക്കെ പറയാൻ കൂടുതലും ചാൻസ് ഉള്ളത് ബുധനാഴ്ചത്തെ എപ്പിസോഡിലാണ്. അത് കഴിഞ്ഞിട്ട് വ്യാഴം വെള്ളി 2 ദിവസം ഉണ്ടല്ലോ. ആ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എന്തിനും ടാസ്ക്, അതായത് ഈ ബോണസ് ടാസ്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുമായിരിക്കാം. ഓൾറെഡി വേറെ ടാസ്കോ കാര്യങ്ങളോ കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. ഈ സെയിം ബോണസ് ടാസ്ക് ഈ ഒരു വീക്കും കൂടെ കാണും. ആ വീക്ക് കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ചയിലായിരിക്കും മേ ബി നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലന്റെ കറക്റ്റ് ടാസ്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പണപ്പെട്ടി ടാസ്ക്, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ റീ എൻട്രീസ് കഴിഞ്ഞു, നമ്മുടെ സീസൺ കഴിഞ്ഞു. അപ്പൊ അതിന് മുന്നേ തന്നെ ആൾക്കാർ പോകണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.